നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കർണൻ പോയിക്കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പല ഭാഗത്തു നിന്നും ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. തളർന്നിരിക്കുന്ന യുധിഷ്ഠിരൻ ഒരു വിധത്തിൽ സഹദേവന്റെ രഥത്തിൽ കയറി ശിബിരത്തിലെത്തി മെത്തയിൽ പോയി കിടന്നു. കർണനാൽ അപമാനിതനായ അദ്ദേഹം ലജ്ജിതനായി മുഖം പൊത്തി കരഞ്ഞു. ഈ സമയം ദ്രോണപുത്രർ അർജുനനെ എതിരിടുകയായിരുന്നു. പാർത്ഥൻ ദ്രൗണിയെ സമുദ്രത്തെ കരയെന്ന പോലെ തടഞ്ഞു നിർത്തി. എന്നാൽ ദ്രൗണി കൃഷ്ണാർജുനന്മാരെ ശരം കൊണ്ട് മൂടി. അശ്വത്ഥാമാവിന്റെ സാമർഥ്യം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. സവ്യസാചി ദ്രൗണിയുടെ അമ്പുകളെല്ലാം തട്ടിത്തെറിപ്പിച്ചു. അവസാനം അർജുനൻ അശ്വത്ഥാമാവിന്റെ കുതിരകളെ അമ്പ് ചെയ്ത് വീഴ്ത്താൻ തുടങ്ങി. കുതിരകൾ നിയന്ത്രണം വിട്ട് ഓടി. പാണ്ഡവ സൈന്യം കൗരവ സൈന്യത്തിന്റെ നേർക്ക് ഇരച്ചു കയറി. കൗരവ യോദ്ധാക്കൾ സംഭീതരായി അവർ പലായനം ചെയ്തു. അർജുനൻ യുധിഷ്ഠിരനെ പടക്കളത്തിൽ തിരഞ്ഞു. അദ്ദേഹത്തെ കാണാത്തത് കൊണ്ട് ഭീമനോട് അന്വേഷിച്ചു. ഭീമൻ പറഞ്ഞു, രാജാവ് ഇവിടെ നിന്ന് പോയി. കർണന്റെ ബാണം കൊണ്ട് ആർത്തനായിട്ടാണ് പോയത്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാകും. പാർത്ഥൻ ഇത് കേട്ട് പരിഭ്രമിച്ചു. യുധിഷ്ഠിരന്റെ വിവരം അന്വേഷിച്ചു വരാൻ ഭീമനോട് ആവശ്യപ്പെട്ടു. ഭീമൻ പറഞ്ഞു, നീ തന്നെ പോയി നോക്ക്. ഞാൻ ഇവിടുന്ന് പോയാൽ ശത്രുക്കൾ പറയും ഭീമൻ ഭയപ്പെട്ട് സ്ഥലം വിട്ടെന്ന്. അർജുനൻ യുധിഷ്ഠിരനെ അന്വേഷിച്ച് കൃഷ്ണനോടൊപ്പം ശിബിരത്തിലെത്തി. രാജാവിന്റെ പാദം തൊട്ട് വന്ദിച്ചു. യുധിഷ്ഠിരന്റെ ഹൃദയം കർണനോട് പരാജയം കൊണ്ടുള്ള അപമാനഭാരത്താൽ വിങ്ങി പൊട്ടുകയായിരുന്നു. അർജുനെയും കൃഷ്ണനെയും കണ്ടപ്പോൾ അദ്ദേഹം ചാടി എണീറ്റു. ഹർഷം കൊണ്ട് തൊണ്ട ഇടറി ചോദിച്ചു, ദേവകീപുത്ര വിജയ, നിങ്ങൾക്ക് സ്വാഗതം. വീരനായ കർണനെ കൊന്നുവല്ലേ? നിങ്ങൾ എന്റെ മുമ്പിൽ വന്നെത്തി. അന്തകനായ അവനെ കൊന്നിട്ട് നിങ്ങൾ എന്റെ മുമ്പിൽ വന്നെത്തി. ഭാഗ്യം, ഭാഗ്യം. കഴിഞ്ഞ 13 വർഷം ഇവനെ ഭയപ്പെട്ട് ഞാൻ ഉറങ്ങാറില്ലായിരുന്നു. യുധിഷ്ഠിരന്റെ വാക്ക് കേട്ട് എന്തു പറയണമെന്നറിയാതെ കൃഷ്ണാർജുനന്മാർ ലജ്ജിതരായി പരിങ്ങി നിന്നു. കർണൻ മരിച്ചിട്ടില്ലെന്ന് അറിഞ്ഞാൽ യുധിഷ്ഠിരന്റെ മോഹഭംഗത്തിന്റെ പടുകുഴിയിൽ പതിക്കും. കർണനെ കൊന്നിട്ടില്ലെന്ന സത്യം പറയാതിരിക്കാനും കഴിയില്ല. അർജുനൻ അല്പം ജാള്യതയോടെ പറഞ്ഞു, മഹാരാജാവേ, രാവിലെ മുതൽ ഞാൻ സംശപ്തകരോട് പോരാടുകയായിരുന്നു. അവിടെ നിന്ന് കർണനെ തേടി വരുമ്പോൾ ദ്രൗണി എന്നെ തടഞ്ഞു. അവനെ പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കർണൻ ഒരു വലിയ സൈന്യവുമായി വന്ന് ഏറ്റുമുട്ടി സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചു. അപ്പോഴാണ് കർണൻ അങ്ങയെ പീഡിപ്പിച്ച കാര്യം ഞാൻ അറിയുന്നത്. ഉടനെ അങ്ങയുടെ ക്ഷേമം തിരക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്നു. എന്നാൽ ഞാൻ ഉടൻ മടങ്ങിപ്പോയി കർണനുമായി ഏറ്റുമുട്ടും. ഇന്ന് തന്നെ കർണനെ ഞാൻ കൊല്ലുമെന്ന് അങ്ങയോട് സത്യം ചെയ്യുന്നു. ഞാൻ ഉടനെ അങ്ങോട്ട് പോവുകയാണ്. എന്നെ അനുഗ്രഹിച്ചാലും. കർണൻ കുശലിയായി ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ യുധിഷ്ഠിരന് അസഹ്യമായ കോപമുണ്ടായി. കർണനെ ഭയന്ന് അർജുനൻ വന്നതാണെന്ന് സംശയിച്ച് അർജുനനെ ഭയങ്കരമായി ശകാരിക്കാൻ തുടങ്ങി. ഒരുപാട് അധിക്ഷേപ വാക്കുകൾ പറഞ്ഞു. അവ 1000 കൂരമ്പുകളായി അർജുനന്റെ ഹൃദയത്തിൽ തറച്ചു. അവന്റെ ശരീരം അടിമുടി വിറച്ചു. അവൻ ഉറയിൽ നിന്ന് വാളൂരി ചൊടിച്ചു നിന്നു. ഉടനെ കേശവൻ ചോദിച്ചു, അർജുന, നീ എന്തിനാണ് വാളെടുത്തത്? ആരെ കൊല്ലാൻ? നിനക്ക് വധ്യനായിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. നിനക്ക് ചിത്തഭ്രമം ബാധിച്ചോ? പാർത്ഥൻ യുധിഷ്ഠിരനെ നോക്കി ക്രുദ്ധനായ സർപ്പത്തെ പോലെ ചീറിക്കൊണ്ട് പറഞ്ഞു, ഗാന്ധീവം മറ്റൊരാളെ ഏൽപ്പിക്കാൻ എന്നോട് ആര് പറയുന്നുവോ അയാളുടെ തല വെട്ടുമെന്ന് ഞാൻ ഗൂഢമായി സത്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാജാവ് അപ്രകാരം എന്നോട് പറഞ്ഞിരിക്കുന്നു. അത് ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല. ഈ രാജശ്രേഷ്ഠനെ കൊന്ന് എന്റെ സത്യം ഞാൻ പാലിക്കും. അതായത് കർണനെ ഭയന്ന് വന്നിരിക്കുകയാണ് അർജുനൻ എന്ന് യുധിഷ്ഠിരൻ വിശ്വസിക്കുന്നു. അദ്ദേഹം അർജുനനെ ഒരുപാട് അധിക്ഷേപ വാക്കുകൾ കൊണ്ട് വഴക്കു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ എന്തിനാണ് ഈ ഗാന്ധീവവും കൊണ്ട് നടക്കുന്നത്? ഇത് വല്ലവരെയും ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞു. അപ്പോ മുമ്പ് അർജുനൻ ഗാന്ധീവം ആരെയെങ്കിലും ഏൽപ്പിക്കൂ എന്ന് പറയുന്നവരെ താൻ വധിച്ചിരിക്കും എന്ന് ഗൂഢമായി സത്യം ചെയ്തിരുന്നു. അപ്പൊ യുധിഷ്ഠിരൻ ഇപ്പൊ അത് പറഞ്ഞപ്പോ അദ്ദേഹത്തെ തന്നെ വധിക്കണമെന്ന് അർജുനന് തോന്നി. അതിനാണ് അദ്ദേഹം വാള് ഉറയിൽ നിന്ന് ഊരിയത്. കർണൻ അർജുനെ തടഞ്ഞുകൊണ്ട് ഉപദേശ രൂപേണ പറഞ്ഞു, ഛീ, കഷ്ടം, കഷ്ടം. വേണ്ടാത്ത സമയത്ത് കോപിക്കുകയാണ് നീ. ജ്യേഷ്ഠ ഭ്രാതാവിനെ ബഹുമാനിക്കാത്തവൻ
ാണെന്ന് നീ എന്ന് എനിക്ക് മനസ്സിലായി. ജ്യേഷ്ഠ ഭ്രാതാവും ധർമ്മജനുമായ രാജാവിനെ നീ പ്രാകൃതനായ ഒരു സാമാന്യനെ പോലെ കൊല്ലുകയോ? ആരെയൊക്കെ കൊല്ലണമെന്നും ആരെയൊക്കെ കൊല്ലരുതെന്നും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനാണ് ധർമ്മം നടത്തുന്നവൻ. നിന്റെ ശപഥം നിന്റെ വിവരക്കേട് കൊണ്ട് ചെയ്തതാണ്, ശരിയായ സത്യമല്ല. സത്യം ചെയ്യണം, സത്യത്തിനുപരിയായി മറ്റൊന്നുമില്ല. സത്യവും അസത്യവും തീർച്ചയാക്കി അറിയുന്നവൻ ധർമ്മജ്ഞനാകും. കൃഷ്ണന്റെ വാചാലമായ സാരോപദേശം കേട്ടപ്പോൾ അർജുനൻ കുഴങ്ങി. അവൻ പറഞ്ഞു, ഭഗവാനെ, എനിക്ക് കാര്യം തിരിച്ചറിയുന്ന വിധം അങ്ങ് അല്പം കൂടി വിശദീകരിച്ചു തന്നാലും. കൃഷ്ണൻ ചിരിച്ചു. അർജുന കോപം ഇല്ലാതായതിൽ അദ്ദേഹം സന്തുഷ്ടനായി. പരവശനായി നിൽക്കുന്ന അർജുന്റെ തോളിൽ തട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അർജുന, സത്യവും ധർമ്മവും അഹിംസയുമാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ഹേതുഭൂതങ്ങളായ 3 ശക്തികൾ. എന്നാൽ ചില സമയത്ത് ഹിംസ ചെയ്താലും അത് പുണ്യമായി ഭവിക്കും. പണ്ടൊരു വേടൻ അന്ധനായ ഒരു മൃഗത്തെ അത് വെള്ളം കുടിക്കുമ്പോൾ കൊന്നു വീഴ്ത്തി. ഉടനെ തന്നെ അപ്സരസുകൾ അയാളുടെ മേൽ പുഷ്പവൃഷ്ടി നടത്തി. അധികം താമസിക്കാതെ സ്വർഗത്തിൽ നിന്ന് വിമാനം വന്ന് അയാളെ സ്വർഗത്തിലോട്ട് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഹിംസ ചെയ്തിട്ടും പുണ്യം ചെയ്ത ഫലമാണ് കാട്ടാളന് ലഭിച്ചത്. എന്തുകൊണ്ടെന്നാൽ ആ മൃഗം കാട്ടിലുള്ള സകല ജീവികളെയും സംഹരിച്ചതിനുള്ള വരം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ജന്തുവിനെ കൊന്നതുകൊണ്ട് മറ്റനവധി ജന്തുക്കൾ രക്ഷപ്പെട്ടു. ആകയാൽ അതിനെ കൊന്നത് ഹിംസയാവില്ല, അത് ഭൂതരക്ഷയായിട്ടാണ് കണക്കാക്കപ്പെട്ടത്. അതുകൊണ്ടാണ് കാട്ടാളന് ഭൂതരക്ഷയുടെ ഫലമായുള്ള സ്വർഗാനുഭൂതി ലഭിച്ചത്. ഇതുപോലെ ഹിംസയ്ക്ക് കൂട്ടുനിന്ന ഒരാളുടെ കഥ പറയാം. അധികം അറിവില്ലാത്ത കൗശികൻ എന്നൊരു താപസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം സത്യം മാത്രമേ പറയുകയുണ്ടായിരുന്നുള്ളൂ. ഒരിക്കൽ കുറെ തസ്കരന്മാർ കാട്ടിലൂടെ ഒളിച്ചോടി പോകുന്നത് അദ്ദേഹം കണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരെ തിരക്കി രാജഭടന്മാർ അതുവഴി വന്നു. അവർ താപസരോട് കള്ളന്മാർ എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചു. അദ്ദേഹം അവർ പോയ വഴി പറഞ്ഞു കൊടുത്തു. രാജഭടന്മാർ അവരെ പിന്തുടർന്ന് പിടിച്ച് എല്ലാവരെയും കൊന്നു. സത്യമാണ് താപസൻ പറഞ്ഞതെങ്കിലും അത് പലരുടെയും ജീവഹാനിക്ക് കാരണമായതിനാൽ ഹിംസകളുടെ കാരണക്കാരനായ കൗശികന് നരകത്തിൽ എത്തേണ്ടി വന്നു. ഇതുകൊണ്ടാണ് സത്യവും ധർമ്മവും അഹിംസയും ഒക്കെ വിവേകത്തോട് വേണം പാലിക്കാൻ എന്ന് പറഞ്ഞത്. ശ്രീകൃഷ്ണൻ യുക്തിപൂർവം പറഞ്ഞത് കേട്ട് അർജുനന്റെ കോപം ശമിച്ചു. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ പറഞ്ഞു, അർജുന, മാനിക്കേണ്ടവൻ മാനിക്കപ്പെടുമ്പോൾ അവൻ ജീവിക്കുന്നു. എപ്പോഴാണ് അവൻ അപമാനിതനാകുന്നത് അപ്പോൾ അവൻ മൃതനാകുന്നു എന്നുള്ളതാണ് ലോകതത്വം. യുധിഷ്ഠിരനെ എടാ പോടാ തുടങ്ങിയ വാക്കുകളും മറ്റു പല വാക്കുകളും കൊണ്ട് അപമാനിച്ചാൽ നിനക്ക് അദ്ദേഹത്തെ കൊല്ലാതെ കൊല്ലാം. അങ്ങനെ നിന്റെ പ്രതിജ്ഞ നിറവേറ്റാം. പിന്നീട് അദ്ദേഹത്തിന്റെ പാദത്തിൽ നമസ്കരിച്ച് സാന്ത്വനോക്തികൾ പറഞ്ഞ് സമാധാനിപ്പിച്ചാൽ മതി. അർജുനൻ കൃഷ്ണന്റെ ഉപദേശപ്രകാരം മുമ്പൊരിക്കലും ധർമ്മപുത്രരോട് പറയാത്ത വിധത്തിലുള്ള നിശ്ചിതവും നീചവുമായ മൊഴികൾ പറയാൻ തുടങ്ങി. എടാ ഏഭ്യാ യുധിഷ്ഠിര, നീ എന്തു പറഞ്ഞു? ഞാൻ കർണനെ പേടിച്ചോടിയ പേടിത്തൊണ്ടനാണെന്നല്ലേ? ഭീരു, നീ അവനെ പേടിച്ചല്ലേ ശിബിരത്തിൽ വന്നിരിക്കുന്നത്? ബന്ധുക്കളുടെ സംരക്ഷണതയിൽ ഇപ്പോഴും ഭയപ്പെട്ട് ജീവിക്കുന്ന നിനക്ക് എന്ത് യോഗ്യതയുണ്ട് എന്നെ അധിക്ഷേപിക്കാൻ? നീ ചൂതാട്ടക്കാരനാണ്, കൊള്ളരുതാത്ത ദുഷ്ടനാണ്. നീ കാരണമാണ് സകല ദുഃഖവും വന്നു ചേർന്നത്. എടാ കിഴവ, നീ കാരണമാണ് ഈ രാജ്യത്തുണ്ടായ നാശങ്ങളെല്ലാം. ഭാഗ്യം കെട്ട നീചൻ. അർജുനൻ ഇങ്ങനെയെല്ലാം പറഞ്ഞ് യുധിഷ്ഠിരനെ അപമാനിച്ചു. യുധിഷ്ഠിരനെ അപമാനിച്ച് കൊല്ലാക്കൊല നടത്താൻ ഇപ്രകാരം അധിക്ഷേപ വാക്കുകൾ പറഞ്ഞ അർജുനൻ ഇത്രയും ആയപ്പോഴേക്കും പശ്ചാത്താപ വിവശനായി. തന്റെ അഭിമന്യ ജ്യേഷ്ഠനോട് പറഞ്ഞ വാക്കുകൾ അർജുനനെ അസ്വസ്ഥനാക്കി. അവൻ വീണ്ടും വാൾ ഉറയിൽ നിന്ന് ഊരി. അപ്പോൾ ഗോവിന്ദൻ ചോദിച്ചു, അർജുന, നീ എന്തിനാണ് വാൾ ഊരിയത്? അർജുനൻ വിങ്ങിപ്പൊട്ടി പറഞ്ഞു, കൃഷ്ണ, ഞാൻ ജ്യേഷ്ഠനോട് പറയരുതാത്തതാണ് പറഞ്ഞത്. എനിക്കിനിയും ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. കൃഷ്ണൻ ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ ആദ്യം ജ്യേഷ്ഠനെ കൊല്ലാൻ ഒരുമ്പെട്ടു, ഇപ്പോൾ ആത്മഹത്യക്ക് ഒരുങ്ങുന്നു. ഇത് രണ്ടും സജ്ജനങ്ങൾക്ക് പറ്റിയ പണിയല്ല. ആത്മഹത്യ ചെയ്യാതെ തന്നെ മരിച്ച വിധമാകുവാൻ ഞാനൊരു മാർഗം പറഞ്ഞു തരാം. ആത്മപ്രശംസ ചെയ്യുക എന്നത് ആത്മാവിനെ വധിക്കുകയാണ്. നീ തന്നെത്താൻ പുകഴ്ത്തിയാൽ ആത്മഹത്യക്ക് തുല്യമായിരിക്കും. കൃഷ്ണന്റെ വാക്കുകൾ ആധാരമായി എടുത്ത് അർജുനൻ ആത്മപ്രശംസ ചെയ്യാൻ തുടങ്ങി. എന്നെ പോലെ വില്ലാളി വീരനായവർ വേറെ ആരും ഈ ലോകത്തിലില്ല.
ഞാൻ വിചാരിച്ചാൽ ക്ഷണനേരം കൊണ്ട് വിശ്വമാകെ ചാമ്പലാക്കും. തുടർന്ന് അർജുനൻ തന്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു തുടങ്ങി. ഗാന്ധീവത്തെയും അമ്പൊടുങ്ങാത്ത ആവനാഴിയെയും ഒക്കെ സ്തുതിച്ചു പറഞ്ഞു. ഇങ്ങനെ പലതും പറഞ്ഞ് ആത്മപ്രശംസയുടെ ഉന്നത ശ്രേണിയിലെത്തിയ അർജുനൻ ഊരിയ വാൾ ഉറയിലിട്ടു. അമ്പും വില്ലും താഴെ വെച്ചു. അവൻ സ്വയം ലജ്ജിതനായി തല താഴ്ത്തി നിന്നു. അർജുനന്റെ പൗരുഷവും ക്രൂരവുമായ വാക്കുകൾ കേട്ട് ഇതികർത്തവ്യമൂഢനായി നിന്ന ധർമ്മപുത്രരെ ശ്രീകൃഷ്ണൻ അനുനയ വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അർജുനൻ യുധിഷ്ഠിരനെ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് തേങ്ങിക്കരഞ്ഞു. യുധിഷ്ഠിരൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സസ്നേഹം തഴകി. രണ്ടുപേരുടെയും കണ്ണുകൾ കണ്ണുനീരാൽ നിറഞ്ഞു. അല്പം കഴിഞ്ഞ് അർജുനൻ പറഞ്ഞു, മഹാരാജാവേ, ഇന്ന് കർണനെ കൊല്ലാതെ ഞാൻ പോരിൽ നിന്ന് പിൻവാങ്ങുകയില്ലെന്ന് സത്യം ചെയ്യുന്നു. എന്നെ അനുഗ്രഹിച്ചാലും. യുധിഷ്ഠിരൻ പാർത്ഥനെ ആശ്ലേഷിച്ച് മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് നന്മ വരട്ടെ. കൃഷ്ണാർജുനന്മാർ യുദ്ധരംഗത്തേക്ക് പുറപ്പെട്ടു. ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഇടയിൽ തന്നെ അവരുടെ ഇടയിൽ പരുഷവാക്കുകൾ പറയേണ്ടി വന്ന സന്ദർഭങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ജ്യേഷ്ഠൻ അനുജനോട് പൊറുക്കുകയും അനുജൻ ജ്യേഷ്ഠനെ സാഷ്ടാംഗം പ്രണമിച്ച് പശ്ചാത്താപ വിവശനാവുകയും ചെയ്തപ്പോൾ അവരുടെ രണ്ടുപേരുടെയും മനസ്സിലെ വിദ്വേഷങ്ങൾ താനേ പുറത്തേക്ക് പോയി. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം. നമസ്കാരം.